ഹരേ കൃഷ്ണ. എല്ലാവർക്കും മാധവത്തിലേക്ക് സ്വാഗതം. 2024 ഡിസംബർ 14 ശനിയാഴ്ച. ഒരു വിശേഷമുണ്ട്. ദത്താത്രേയ ജയന്തി. ആരാണ് ദത്താത്രേയൻ? ത്രിമൂർത്തികൾ എന്നറിയപ്പെടുന്ന ബ്രഹ്മാവ്, മഹാവിഷ്ണു, മഹേശ്വരൻ എന്നീ ത്രിമൂർത്തികളുടെ എല്ലാ ഗുണങ്ങളും എല്ലാ ശക്തികളും ഉൾക്കൊള്ളുന്ന ഒരു മഹത് വ്യക്തിത്വമാണ് ദത്താത്രേയൻ. അനസൂയയുടെ പുത്രനാണ്. നമുക്ക് ദത്താത്രേയ മഹർഷിയുടെ ജനന കഥ ഒന്ന് നോക്കാം. ഭൂമിയിൽ അത്രി മഹർഷിയുടെ പത്നിയായിരുന്നു അനസൂയ. അനസൂയ ഒരു ഉത്തമയായ പതിവ്രതയായിരുന്നു. അനസൂയയുടെ പാതിവൃത്യ മഹാത്മ്യം ത്രിലോകങ്ങളിലും വ്യാപിച്ചിരുന്നു. ബ്രഹ്മ, വിഷ്ണു, മഹേശ്വരന്മാർ ഈ വിവരം അറിഞ്ഞു. അതായത് അനസൂയ ഒരു പതിവ്രതയാണ്. സാധാരണ ഉള്ള ഭർത്താവിനോടുള്ള സാധാരണ സ്ത്രീകൾക്കുള്ള ഒരു സ്നേഹമല്ല, അതിൽ കവിഞ്ഞ് വലിയ ഒരു പതിഭക്തിയും സ്നേഹവുമൊക്കെ ഉള്ള ഒരു ഉത്തമയായ ഒരു സ്ത്രീരത്നമാണ് അനസൂയെന്ന് ത്രിമൂർത്തികളും അറിഞ്ഞു. ഉടനെ തന്നെ അവർക്ക് അനസൂയയെ ഒന്ന് പരീക്ഷിക്കണമെന്ന് തോന്നി. അങ്ങനെ ബ്രഹ്മ, വിഷ്ണു, മഹേശ്വരന്മാർ 3 പേരും കൂടി യോജിച്ച് 3 യുവമുനികളുടെ വേഷം ധരിച്ച് അത്രി മഹർഷി ഇല്ലാത്ത അവസരം നോക്കി ആശ്രമത്തിൽ ചെന്നു. അത്രി മഹർഷി അപ്പോൾ തീർത്ഥാടനത്തിന് പോയിരിക്കുകയായിരുന്നു. ആഗതരായ ആ അവധൂത മുനികൾക്ക് നൽകുവാനുള്ള ഭിക്ഷാധാന്യം എടുക്കുവാനായി അനസൂയ ആശ്രമത്തിനകത്തേക്ക് കടന്നപ്പോൾ പുറകെ ആ യുവമുനികളും അകത്തേക്ക് പ്രവേശിച്ചു. അങ്ങനെ ആ 3 യുവമുനികളും അനസൂയയും മാത്രം ആ മുറിയിലായി. ആരെങ്കിലും ആ രംഗം കണ്ടാൽ അനസൂയയുടെ പാതിവൃത്യത്തെ സംശയിക്കും. അപ്പോൾ മുനികൾ ഇപ്രകാരം പറഞ്ഞു: നഗ്നരായി നിന്ന് ഭിക്ഷ വാങ്ങിക്കണമെന്നാണ് ഞങ്ങളുടെ വ്രതം. അതിനാണ് ഞങ്ങൾ മുറിക്കകത്തേക്ക് കടന്നു വന്നത്. ദേവി അത് സമ്മതിക്കണം. അപ്പോൾ അനസൂയ ഇപ്രകാരം ചിന്തിച്ചു: തൻ്റെ മുമ്പിൽ 3 യുവാക്കൾ പൂർണ്ണ നഗ്നന്മാരായി നിൽക്കുന്നത് ഞാൻ എങ്ങനെ കാണും? ഭിക്ഷ നൽകാതെ അവരെ അയച്ചാൽ അത് ധർമ്മഭ്രംശവുമാണ്. ഇങ്ങനെ അനസൂയ ചിന്തിച്ചു നിൽക്കുമ്പോൾ അവളുടെ പാതിവൃത്യ ശുദ്ധിയാൽ പരമാർത്ഥം മുഴുവനും അനസൂയയ്ക്ക് മനസ്സിലാകുന്നു. ഇത് ഒരു ചതിയാണെന്ന് അനസൂയ മനസ്സിലാക്കി. ഉടനെ കമണ്ഡലുവിൽ നിന്നും കുറച്ച് ജലമെടുത്ത് ഇവർ 3 പേരും ശിശുക്കളായി തീരട്ടെ എന്ന് ധ്യാനിച്ചുകൊണ്ട് അനസൂയാദേവി ആ ജലം അവരുടെ മേൽ തളിച്ചു. അത്ഭുതം! ത്രിമൂർത്തികൾ 3 പേരും 3 ശിശുക്കളുടെ രൂപം പൂണ്ട് നിലത്തുകിടന്ന് കൈയും കാലും തല്ലി കരയുവാൻ തുടങ്ങി. അനസൂയ 3 തൊട്ടിലുകൾ കെട്ടി കുഞ്ഞുങ്ങളെ അവയിലിട്ടാട്ടി കരച്ചിലു മാറ്റി. അങ്ങനെ അനസൂയ കുഞ്ഞുങ്ങളെ താലോലിച്ചു വളർത്തിക്കൊണ്ടിരിക്കുന്ന കാലത്തൊരു ദിവസം നാരദമുനി വൈകുണ്ഠത്തിലും സത്യലോകത്തും കൈലാസത്തിലും ചെന്നു. ത്രിമൂർത്തികളുടെ പരമാത്മ ദിവ്യരൂപം അവിടെ ഇല്ല എന്നറിഞ്ഞ് നേരെ നാരദർ അത്രി മഹർഷിയുടെ ആശ്രമത്തിൽ ചെന്നു. അപ്പോൾ ആ പൈതങ്ങൾ വിളിച്ചു പറഞ്ഞു: നാരദ,
അനസൂയയുടെ പാതിവൃത്യത്തിന് ഞങ്ങൾ അടിമപ്പെട്ടുപോയി. അതു കേട്ട് നാരദർ തൊട്ടിലുകളിൽ ശയിക്കുന്ന ത്രിമൂർത്തികളെ തൊഴുതു വന്ദിച്ചു. ആ സമയം അത്രി മഹർഷിയും തീർത്ഥാടന യാത്ര കഴിഞ്ഞ് ആശ്രമത്തിൽ എത്തിച്ചേർന്നു. ആ ശിശുക്കളുടെ ജനനത്തെ കുറിച്ചുള്ള കഥ അനസൂയ പറഞ്ഞപ്പോൾ അത്രി മഹർഷി അവരെ സ്വപുത്രന്മാരായി സ്വീകരിച്ചു. അവരുടെ ജാതകർമ്മങ്ങളും വിധിപ്രകാരം അദ്ദേഹം നടത്തി. അപ്പോഴേക്കും മഹാലക്ഷ്മിയും ശ്രീ പാർവതീദേവിയും സരസ്വതീദേവിയും അവിടെ എത്തിച്ചേരുകയും ത്രിമൂർത്തികളെ വെറുതെ വിടണമെന്നും അവരുടെ സ്വന്തം രൂപം അവർക്ക് തിരിച്ചു നൽകണമെന്നും അപേക്ഷിച്ചു. അവരുടെ അപേക്ഷ സ്വീകരിച്ച് അത്രിപത്നി ദേവികളെ വന്ദിച്ച് അവരുടെ പാദങ്ങൾ തീർത്ഥജലം കൊണ്ട് കഴുകി പൂജിച്ചു. അതിനുശേഷം ചെയ്തു പോയ അപരാധം ക്ഷമിക്കണമെന്ന് അപേക്ഷിച്ചുകൊണ്ട് ആ കുഞ്ഞുങ്ങളുടെ മേൽ വെള്ളം തളിച്ച് അവർക്ക് സ്വന്തം രൂപം സിദ്ധിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചു. ബ്രഹ്മാവും മഹാവിഷ്ണുവും മഹേശ്വരനും തൽക്ഷണം സ്വന്തം രൂപത്തിൽ അവിടെ പ്രത്യക്ഷപ്പെട്ടു. ആ പൈതങ്ങൾ മൂന്നും അത്രിയാൽ ജാതകർമ്മം ചെയ്യപ്പെട്ടതിനാൽ ത്രിമൂർത്തികൾ സ്വന്തം രൂപം സ്വീകരിച്ചു എങ്കിലും ആ കുഞ്ഞുങ്ങൾ അവിടെ അവശേഷിച്ചു. ആ മൂന്ന് കുഞ്ഞുങ്ങളിലും ത്രിമൂർത്തികളുടെ അംശങ്ങൾ ഉണ്ടാകട്ടെ എന്ന് ത്രിമൂർത്തികൾ അനുഗ്രഹിച്ചു. ആ സമയം ഭക്തോത്തമനായ നാരദമുനിയും അവിടെ പ്രത്യക്ഷപ്പെടുകയും വീണാനാദം മുഴക്കി ത്രിമൂർത്തികളെ വാഴ്ത്തി സ്തുതിക്കുകയും ചെയ്തു. ബ്രഹ്മാവിഷ്ണു മഹേശ്വരന്മാർ അത്രിമുനിയെയും അനസൂയെയും വേണ്ട വരങ്ങൾ നൽകി അനുഗ്രഹിച്ചതിനു ശേഷം അവരവരുടെ ലോകങ്ങളിലേക്ക് നിർഗമിച്ചു. ആ ബാലരൂപികളിൽ ബ്രഹ്മാവിൻ്റെ അംശം കൊണ്ടുള്ള കുട്ടിക്ക് സോമനെന്നും വിഷ്ണുവിൻ്റെ അംശം കൊണ്ടുള്ള ശിശുവിന് ദത്തനെന്നും മഹേശ്വരൻ്റെ അംശം കൊണ്ടുള്ള പൈതലിന് ദുർവാസാവെന്നും പേരുകൾ നൽകി. ദത്തനും ദുർവാസാവും വലിയ മഹർഷികളായി തീർന്നു. അത്രിയുടെ പുത്രൻ എന്ന അർത്ഥത്തിൽ ദത്തന് ദത്താത്രേയൻ എന്ന പേര് സിദ്ധിച്ചു. ശിവസംഭൂതനായ ദുർവാസാവിന് നീ ആരോട് പിണങ്ങുന്നുവോ അവൻ്റെ പുണ്യത്തിൻ്റെയോ തപോബലത്തിൻ്റെയോ പകുതി നിനക്ക് ലഭിക്കുമെന്ന് മഹേശ്വരൻ ഒരു വരവും നൽകി. അങ്ങനെ മഹാവിഷ്ണുവിൻ്റെ അംശം കൊണ്ട് അത്രി മഹർഷിക്കും അനസൂയയ്ക്കും പുത്രനായി പിറന്നതാണ് ദത്താത്രേയൻ. കർണാടക, മഹാരാഷ്ട്ര, ആന്ധ്രാപ്രദേശ്, ഗുജറാത്ത് തുടങ്ങിയ സ്ഥലങ്ങളിൽ ദത്താത്രേയ ക്ഷേത്രങ്ങളുണ്ട്. അവിടെ ഈ ദിവസം വളരെ വിശേഷമായിട്ടാണ് ആഘോഷിക്കുന്നത്. ദത്താത്രേയ മഹർഷിയെ ബ്രഹ്മമുഹൂർത്തത്തിൽ പ്രാർത്ഥിക്കുകയാണെങ്കിൽ അവർക്ക് വളരെയധികം ഏകാഗ്രത ലഭിക്കുമെന്നും അതുപോലെ പുതിയ പുതിയ അറിവുകൾ നേടുന്നതിനുള്ള ഒരു പ്രത്യേക തരത്തിലുള്ള ഒരു കഴിവ് അവർക്ക് ലഭിക്കുമെന്നും വിശ്വസിക്കുന്നു. അതുപോലെ തന്നെ ജീവിതത്തിൽ ഒരുപാട് ദുരിതം അനുഭവിക്കുന്നവർക്ക് ദത്താത്രേയ മഹർഷിയെ പ്രാർത്ഥിച്ചാൽ അതിനൊരു പ്രതിവിധി ഭഗവാൻ കാണിച്ചു തരുമെന്നാണ് വിശ്വസിക്കുന്നത്. മഹാവിഷ്ണുവിന് നമ്മൾ സാധാരണയായിട്ട് ദശാവതാരങ്ങൾ പറയും. പക്ഷേ ആ അവതാരങ്ങൾ കൂടാതെ ഭഗവാന് മറ്റ് ഒരുപാട് അവതാരങ്ങളുണ്ട്. ഒരുപാട് ഭഗവാന്റെ അംശാവതാരങ്ങൾ, അതായത് പ്രധാനമായിട്ടും 10 അവതാരങ്ങളാണ് ഉള്ളതെങ്കിലും ഭഗവാന്റെ അംശാവതാരങ്ങൾ ധാരാളമുണ്ട്. അതിലൊന്നാണ് ദത്താത്രേയൻ. നമ്മൾ ധ്രുവചരിതം പഠിച്ചിട്ടുണ്ട്, അതും ഭഗവാന്റെ ഒരു അംശാവതാരമാണ്. ഇങ്ങനെ ധാരാളം അവതാരങ്ങളുണ്ട്. നമുക്ക് കുറേശ്ശെയായിട്ട് ആ കാര്യങ്ങളൊക്കെ പഠിക്കാം. അപ്പോൾ ഈ ദിവസത്തെ പ്രാധാന്യം മനസ്സിലാക്കി ഓം ദത്താത്രേയ നമ എന്ന്
108 തവണ ജപിച്ചു പ്രാർത്ഥിക്കുന്നത് വളരെ വളരെ ഉത്തമമാണ്. ഈ ദിവസത്തെ പ്രത്യേകത മനസ്സിലാക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഈ കഥ ഞാൻ പറഞ്ഞത്. ഈ കഥ ഇതിനു മുമ്പ് ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഭാഗവതം പഠിച്ചു തുടങ്ങിയപ്പോൾ ആദ്യ ഭാഗങ്ങളിൽ ഈ കഥയുണ്ട്. അന്നേരം ഞാൻ കുറച്ചും കൂടെ വിശദമായിട്ടാണ് ഈ കഥ പറഞ്ഞത്. ഭാഗവതം ആദ്യം മുതൽ കേട്ടിട്ടുള്ളവർക്കൊക്കെ അറിയാം. കാരണം കുറച്ച് വലുതായിട്ടാണ് ആ സമയത്ത് ആ കഥ പറഞ്ഞത്. ഇപ്പം ഞാനത് ചുരുക്കി പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. അങ്ങനെ ഭഗവാന്റെ അംശാവതാരമായ ദത്താത്രേയ ജയന്തിയാണ് ഡിസംബർ 14 ശനിയാഴ്ച. ഭഗവാനെ പ്രാർത്ഥിക്കുക, നാമം ജപിക്കുക. എല്ലാവരെയും ഭഗവാൻ അനുഗ്രഹിക്കും. ഹരേ കൃഷ്ണ.